എനിക്ക് എന്നെ തന്നെ സഹിക്കാൻ പറ്റാറില്ല എന്റെ പഴയ എന്നെ കാണുമ്പോൾ. അതൊരു ജേർണി അല്ലേ എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കും. ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ഗുഡ് ഡിസിഷൻസ് അന്ന് മുതലേ. നമുക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കാം ആളെ. ഓക്കെ, സുഖമാണോ? ആണല്ലേ, സുഖമാണോ എന്നറിയാം. കഴിച്ചോ? ഓക്കെ, കഴിച്ചോ. യെസ്. ഓക്കെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ നോക്കി പറഞ്ഞു. കുഴപ്പമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ദാറ്റ് മീൻസ് ഐ ലൈക്ക് ഇറ്റ്. ഐ ലവ് യു. ലവ് യു അല്ലേ? നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. ശരിക്കും നിങ്ങളുടെ ഒരു ട്രിക്ക് എങ്ങനെയാ? പേയ്മെന്റ് ഒക്കെ തരാറായി കഴിഞ്ഞാൽ ഞാൻ സാധാരണ നമുക്ക് പേയ്മെന്റ് തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കും, പൂക്കളൊക്കെ വെച്ചിട്ട്. അതല്ല, അത് നമ്മൾ ചോക്കിനേത് പകരം അവർക്കറിയാം ഈ ഒരു മൊത്തം മനുഷ്യൻ പൂക്കളൊക്കെ വെച്ച് ഗുഡ് മോർണിംഗ് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും അവർക്ക് മനസ്സിലായി കൊടുക്കാറായി. പകർവായി മരിങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ആൾക്ക് മൂടുള്ള പളി ചോദിക്കും, പിന്നെ നാട്ടിലെന്ത് വിശേഷങ്ങൾ? നാട്ടിലെ 2 കഥകൾ ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട്. അവള് ഞെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കഥകൾ ആൾ കേട്ടിട്ടില്ല, തൽക്കാലം ആരും പറയില്ല. ഇത് കേട്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒരു ദിവസം ഞാൻ ക്ലബിലേക്ക് വരട്ടെ വെച്ച്, എൻ്റെ ചെമ്മാപ്പള്ളി ഷാപ്പുണ്ട്, അവിടേക്ക് ഞായറാഴ്ച ഞങ്ങൾ കൂട്ടുകാരായിട്ട് പോയതാ. അപ്പോൾ കറി വയ്ക്കുന്ന ആള് വർഷങ്ങളായിട്ട് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷൂട്ടിന്റെ ഇടയിലുള്ള സമയമല്ല. അടുത്തിരി എന്തായാലും ഈ വർഷം ഉണ്ടാവില്ലേ റിലീസ്? പിന്നെ ഈ വർഷം ഉണ്ടാവുമെന്നറിയില്ല. എനിക്ക് 2 മാസം കഴിഞ്ഞ ഷൂട്ടുണ്ട്. ഇതിന്റെ വില്ലൻ റോളുകളൊന്നും ചെയ്തിട്ടില്ല. ഒരു പണ്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഇറങ്ങിയില്ല. കോ ആർട്ടിസ്റ്റും ഡയറക്ടറും ആയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഡിഫറെന്റ് ഉണ്ടോ സെറ്റിൽ വരുമ്പോൾ? അഭിനയിക്കാൻ വരുമ്പോഴും ആൾ ഇങ്ങനെ തന്നെ, ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഇരിക്കുന്നുണ്ട് മാത്രമല്ല, വലിയ സീറ്റ് മാറി തൊപ്പിയില്ല എന്നുള്ള അങ്ങനെ ഒരു സംഭവം. മല എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ വേണ്ടി പോവാണ്. ആൻഡ് ആദ്യത്തെ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മൾ വേറൊരു യൂണിവേഴ്സ് ഇതുപോലെ ഞങ്ങളെ കൊണ്ടുപോയി. ഗഗനയാരി പോലെ തന്നെ കംപ്ലീറ്റ്ലി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, വേറെ ഒരു വേൾഡാണ്. സെയിം ഗഗനയാരി പോലെ തന്നെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ടൈമിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കൈൻഡ് ഓഫ് വിഷ്വൽസും ഒരു സോംബി അപ്പോക്കലിപ്സ് ആണ് പടം. അപ്പം സോംബികളായിരിക്കും മൊത്തം. അനാർക്കലിന്റെ അമ്മ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് തന്നെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഒരു വകന്നില്ല എന്ന് തോന്നുക. സന്തോഷമുണ്ട്. പുള്ളിക്കാരി പണ്ട് മുതലേ ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഞാൻ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ഒന്നുമല്ല. ഞാൻ ഒട്ടും സ്ട്രോങ് അല്ലാത്ത വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വുമണാണ്. ഐ എം സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് മൈ ഓൺ വേസ്. പക്ഷെ ഉമ്മ അതല്ല. ഉമ്മ ആക്ച്വലി സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. ആരും വേണ്ട പുള്ളിക്കാരിക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ. അപ്പോൾ അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്നസെന്റ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇന്നെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വിനിതേട്ട, അൽതാഫ്, അനാർക്കലി ആൻഡ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ സെൻസേഷൻ കിളിപോൾ. സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ടു കേരള. Thank you. How is it Kerala? You like it? Kerala is beautiful. What do you like most about Kerala? The food, the weather. Yes. വന്നപ്പോ നല്ല മഴയായതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ചൂടുണ്ടാ വന്നെങ്കിൽ ഇതിപ്പോ മാറ്റി പറഞ്ഞത്. നമ്മള് മലയാളികൾക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴേ നമ്മളെ കുറിച്ച് കേൾക്കാനും, നമ്മുടെ മലയാളി എന്ന സ്ഥിതിക്ക് നമ്മുടെ നാട്ടിനെ കുറിച്ച് കേൾക്കാനും ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമില്ലേ? പിന്നെ ഞാനും ആദ്യമായിട്ട് കണ്ടപ്പോഴാ ചോദിച്ചേ. യുവർ ഫേവറേറ്റ് ഫുഡ്, ഇവിടുത്തെ ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ഇത് തന്നെ. ഈ മന്ദാകിനി തന്നെ പറയണേ. നിങ്ങൾ 3 നേരം കാണുമ്പോൾ എനിക്ക് മന്ദാകിനി എന്നാണ് സിനിമ ആദ്യം ഓർമ്മ വരിക. കാരണം കലക്കി അഭിനയിച്ച സിനിമയാണ്. വീണ്ടും നിങ്ങൾ ഒരുമിച്ച് എത്തുന്ന സിനിമ ഇന്നസെന്റ്. ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഒരു ഇന്നസെന്റ് ഫേസ് പുറകിൽ കാണാം. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യൻ നാട്ടിലെത്തി, അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുന്നു, അവസാനം അയാൾ ഒരു എയറിൽ പോകുന്നു എന്നാണ് പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയാണ് അർത്ഥം. സറ്റയറാണ്, ഒരു ഇൻസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതാണ് കഥ പറയുന്നത്. നിങ്ങൾ പേരായിട്ട് അതെ മന്ദാകിന് ശേഷം അഭിനയിക്കുന്ന സിനിമ പേരായിട്ട് തന്നെയാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമയില്? എനിക്കത് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും നിങ്ങളുടെ കോംബോ അത് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് തന്നെ ഇത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഓഫ് സ്ക്രീനില് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ബോണ്ടിങ്. അതെ.
നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് വരും എന്തായാലും എന്നൊക്കെ. ക്യാരക്ടറിനെ കുറിച്ച് പറയൂ. നമ്മൾ രണ്ടുപേരും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതില്. എന്റെ ക്യാരക്ടർ ഇന്നസെന്റ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ക്രൂവലാണ്. മൊണ്ടയാണ് ബേസിക്കലി. നമ്മള് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണല്ലോ, അവർക്കൊരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു സാധാരണക്കാരിയാണ്. അവർക്കൊരു ചെറിയ ഒരു മോളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു നാട്ടുപുറത്ത് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, വിനീതേട്ടന്റെ ക്യാരക്ടർ എന്താ ഇതിലും? അളിയനായിട്ട് തന്നെയാണോ? അളിയനല്ല, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അന്ന് വലിയ ക്രൂരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനൊന്നല്ല, ഒരു കുറച്ച് കോമഡി ഒക്കെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. അനാർക്കലായിട്ട് നമ്മളൊരു ചെറിയ സീനിലുള്ളൂ. പിന്നെ ഞങ്ങളുണ്ട് കുറച്ച് കോമ്പൗണ്ട്. Okay, what about you? What's the excitement factor for choosing this character? For the excitement about the character in the movie? Yes. What is that? Which is your character? Okay, what's the excitement factor for choosing this movie and this character? Exactly. Actually, I did not choose the character, but I love the character that I'm playing in that movie. Yeah, so it's amazing because this is my first movie. പുള്ളിയായിട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്, ഒരു എക്സ്ട്രാ ക്യാരക്ടർ ആയിട്ടൊന്നുമല്ല. നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ സീൻ ഇല്ലേ ഞാനായിട്ടുള്ളത് ഉള്ളത്? ഓക്കെ, ഇപ്പൊ എല്ലാവരും, ഇപ്പം മലയാളികൾ എല്ലാവരും കൊച്ചിയിലെത്തിയപ്പോൾ തന്നെ ഒത്തിരി റീൽസ് ചെയ്യാനും ഫോട്ടോസ് ചെയ്യാൻ ആള് ടയേർഡായി എന്ന് തോന്നുന്നു എനിക്ക്. എല്ലാവരും കൂടെ പോസ് ചെയ്ത് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് ഞാൻ റീൽ എടുത്തു, ഞാൻ ഫോട്ടോ എടുത്തു, പെട്ടെന്ന് തന്നെ കാര്യം തീർന്നു. നിങ്ങൾ റീൽ എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. ഇപ്പൊ ഈ സിനിമയിൽ വരുമ്പോഴേ, ഇപ്പൊ നിങ്ങള് മുമ്പ് അഭിനയിച്ച എല്ലാ ടീമും ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ മന്ദാകിനി തന്നെ ഒരു ടീമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അജയ് വാസുദേവ് ഉണ്ട്. അതെ, എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്കത് ആ സിനിമ എനിക്ക് തിയേറ്ററിൽ വന്ന് ഈ പബ്ലിസിറ്റി വഴി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് വന്ന സിനിമയല്ലേ. സോ എനിക്ക് തോന്നുന്ന ആളുകൾ ഈ പറഞ്ഞ റിവ്യൂസ് വരുന്നു, അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് ആളുകൾ മോശം പറയെങ്കിലും മൗത്ത് പബ്ലിസിറ്റി നല്ല സിനിമയാണെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, മന്ദാകിനി ഇറങ്ങിയ ദിവസം അല്ല ടർബോ മന്ദാകിനി ഒരുമിച്ച് ഇറങ്ങണേ. അപ്പൊ ടർബോ അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടമല്ല ഇറങ്ങണേ. അപ്പൊ മന്ദാകിനിക്ക് അന്ന് തിയേറ്ററുകൾ കുറവായിരുന്നു അന്ന് ഇറങ്ങണ സമയത്ത്. പിന്നെ എല്ലാവരും അത് നല്ല രസമുള്ള പടമാണെന്ന് പറഞ്ഞ് നമ്മുടെ മന്ദാകിനി നമ്മുടെ തൃശ്ശൂരൊക്കെ കുറേ നാൾ ഹൗസുള്ളായിരുന്നു, ജോസിലൊക്കെ. നല്ല അഭിപ്രായമായിരുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇപ്പോഴും പറയും അഭിനയിക്കാൻ വന്ന ഒരാളല്ല, പക്ഷേ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വന്ന ഒരാള്, എഴുത്തിലൂടെ വന്ന ആള്. പക്ഷെ കുറച്ച് അൽഫോൺസ് പുത്രനാണ് എനിക്കൊന്ന് സിനിമയിൽ അഭിനയിക്കുമെന്ന് പറയുന്നത്. ഇപ്പൊ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അതിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇനി കുറച്ച് അഭിനയം നിർത്താം, ഇനി തിരിച്ച് എന്റെ ഇഷ്ടപ്പെട്ട മേഖലയിൽ എനിക്ക് പോവാം, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയോ? മന്ദാകിനിക്ക് ശേഷം ഞാൻ ഒരു വർഷം അഭിനയിച്ചിട്ടില്ല. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസമാണ് ഞാനിത് ഇതിന് ജോയിൻ ചെയ്യണത്. അപ്പൊ 1 year അഭിനയിച്ചിട്ടില്ല. നേരത്തെ കമ്മിറ്റ് ചെയ്ത കുറച്ച് പടങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് തീർക്കണം. ഈ സിനിമയിൽ ഞാൻ ഇതിപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മള് കഥാപാത്രം അങ്ങോട്ട് കയറി ചോദിക്കോ, അങ്ങനെ ഒരു നിങ്ങൾക്കിടയിൽ ഒരു പരിചയമൊക്കെ ചോദിക്കണം അല്ലേ? അങ്ങനെ ചോദിക്കാറുണ്ട്. എനിക്ക് തന്നത് വേറെ വേഷാ, പക്ഷെ ആ സമയത്ത് നമ്മൾ കുറച്ച് ഡേറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് പറ്റാവുന്ന രീതിയിലൊരു സംഭവം തരണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കണക്ട് ചെയ്തപ്പോ കിട്ടി, നമ്മളൊന്ന് ചെയ്തു. മലയാളം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. Did you learn anything മലയാളം? No. Okay, I will teach you. നമുക്ക് കുറച്ച് മലയാളം പഠിപ്പിക്കാം. അതായിരിക്കും നല്ലത്. Okay, സുഖമാണോ? സുഖമാണോ എന്നറിയാം. കഴിച്ചോ? ഓക്കെ, കഴിച്ചോ. യെസ്. ഓക്കെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ നോക്കി പറഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. That means I like it. I love you. Love you അല്ലേ? I love you. I love you or I like it. I love you. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. I like it. Okay. അതെന്നാണോ? Okay, I love you. How you say that? Okay. This is the most important. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. I love you. എനിക്ക് നിന്നെ
നിന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ആ കണ്ട കറക്റ്റായി ഇഷ്ടം. എനിക്ക് നിന്നെ കൊറിയൻ റിയലി എനിക്ക് നിന്നെ ഇഷ്ടം. ഓക്കെ യെസ് പ്രപ്പോസൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു കണ്ടാ അതിന് വേണ്ടിട്ട്. ഓക്കെ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. നന്ദി കറക്റ്റായി. നന്ദി കറക്റ്റ്. Can you sing a song in Malayalam? മലയാളം Okay. Only ആര് പറഞ്ഞു? ആര് പറഞ്ഞു? Which song was it? Okay. Okay. ആരു പറഞ്ഞു ഞാൻ കണ്ടതുര കനവാനിന്നാരു പറഞ്ഞു. പക്ഷെ എന്ത് രസമായിട്ട് മലയാളം conversation ഒക്കെ പറയുന്നത്. അനാർക്കലി നന്നായി പാടും. She is a good singer. ഒരു 2 വരി പാട്ട് ഇപ്പൊ ഈ പറഞ്ഞ 2 വരി പാട്ട്. Okay, sing ആര് പറഞ്ഞു with me, no? No, you sing first. I like to listen to you when you sing. You have a nice voice. Yeah, yes, nice voice. ഓർമ്മയില്ല. Free show. നമ്മുടെ ചെമ്പൻ്റെ പടത്തിലെ പാട്ട് ഓ അത് പാടി ഞാൻ വെറുത്തു. ആള് നമ്മുടെ പാട്ട് കേട്ട് ഞെട്ടണം. The song that you said, Kanmani and Body, you know how to sing it? Hey, that one is very good if you sing for us. Yes. കൺമണി അൻപോട കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാൻ ഇങ്ങ് സൗഖ്യമേ ഉன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கையில் வார்த்தை முட்டது ஓ கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கிയമേ. ഓ ആള് നന്നായിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്താലും സൂപ്പർ. മുമ്പേ പാടി തുടങ്ങിയത്. ഇവിടെ ഇപ്പൊ തമാശകൾ എഴുതുന്ന അല്ലെങ്കിൽ തമാശകൾ കൂടുതൽ പറയുന്ന ഒരാള് ഇപ്പൊ ഇന്റർവ്യൂസിൽ വന്നാൽ നേരിട്ട് കണ്ടാലും അദ്ദേഹം ഇപ്പൊ 2 തമാശ പറയും എന്ന് നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടാറില്ലേ? നമ്മളിപ്പോ ഒരു കൂട്ടത്തിൽ ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ സ്ക്രിപ്റ്റ് ഇല്ല, കയ്യിൽ നിന്നിട്ട് അങ്ങ് പറഞ്ഞോളാന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഒക്കെ വരില്ലേ? പിന്നെ അതെങ്ങനെ എടുക്കാം നിങ്ങള്? പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കൊറേ കഴിയുമ്പോ നമുക്ക് ഒരു പരിധിക്ക് ഇപ്പം എല്ലാം മറ്റേ റിട്ടേൺ സാധനം ഉണ്ടോയെന്ന് നോക്കി വായിച്ച് നമുക്കത് ഗുണം ചെയ്യുമെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്യണത്. അതും അവിടെ ചെന്നിട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് ചെയ്ത സാധനം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ബ്ലാങ്ക് പേജിൽ നിന്നൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ് നമ്മൾ അഭിനയിക്കുകയും നമ്മളൊരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ വെച്ച് നമ്മൾ അഭിനയിക്കുകയും ചെയ്യില്ലേ? ശരിക്കും നിങ്ങൾ എങ്ങനത്തെ ഒരു ആക്ടറാണ്? ഡയറക്ടർ പറഞ്ഞു തരുന്ന അതുപോലെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണോ, അതോ നമ്മൾക്കൊരു സീൻ കിട്ടിയാൽ നമുക്കതിൽ 100% ഇടാം അങ്ങനെ ചെയ്യുന്ന ആക്ടേഴ്സ് ആണോ നിങ്ങൾ? നമ്മൾ ഡയറക്ടർ പറയുന്ന പോലത്തെ ആക്ടറാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പോലെ തോന്നി കഴിഞ്ഞാൽ ആർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, സമ്മതിച്ചാൽ ചെയ്യാന്ന് മാത്രം. ചിലപ്പോൾ നമ്മൾ കുറച്ച് ഓവർ പരിപാടികളൊക്കെ ചെയ്യും. ഡയറക്ടർ അത് കണ്ട നന്നായിട്ട് അത്ര വേണ്ട. ചേട്ടൻ അങ്ങനെ തന്നെയാണോ? ഞാൻ അങ്ങനെ പിന്നെ അഭിനയിക്കുമ്പോഴൊക്കെ പിന്നെ പുള്ളിയുടെ വിഷനാണല്ലോ, സംവിധായകൻ്റെ വിഷനാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ എന്നോട് ചോദിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഇംപ്രവൈസ് ഒക്കെ ചെയ്ത് പോകും. അനാർക്കലി എങ്ങനത്തെ ഒരു ആക്ട്രസ്? അതെൻ്റെ എനിക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അവര് ഇപ്പം നല്ലതായിട്ട് പറഞ്ഞു തരാൻ, നമ്മുടെ ക്യാരക്ടർ പറഞ്ഞു തന്ന് കറക്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടവും. എനിക്കതാണ് കൺവീനിയൻറ്റ്. അപ്പോൾ അവർ പറയുന്ന പോലെ ചെയ്താൽ മതിയല്ലോ, നമ്മൾ ചിന്തിച്ചു കൂട്ടുണ്ടല്ലോ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് എനിക്ക് വർക്കുമായിട്ടുള്ളത്. എനിക്ക് എപ്പോഴെങ്കിലും അൽത്താഫിന്റെ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എപ്പോഴെങ്കിലും വന്ന് കാണണമെന്നുണ്ടായിരുന്നു, സെറ്റ് കാണാൻ. കാരണം ഒരു സിനിമയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് പേടിയാ, അഭിനയിച്ചില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ പോടി എന്ന് പറയും, ആളുകളുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുമോ എന്നൊക്കെ പേടിയുണ്ടാവും. പക്ഷെ അൽത്താഫിന്റെ സിനിമയിൽ എല്ലാവരും അങ്ങനെ വഴക്ക് പറയരുത്, കാമായിട്ട് വേണം. ആ ചിന്ത ഇവിടെ നിന്ന് ശരിക്കും വന്നേ, ആ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു?
അങ്ങനെയൊന്നുമില്ല, അത് എൻ്റെ പ്രകൃതമാണത്. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ വീട്ടിലാണെങ്കിലും ബാക്കി ഏത് സ്ഥലത്താണെങ്കിലും ഞാൻ അതേപോലെ തന്നെയാണ്. ശബ്ദം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് അങ്ങനെ കാമായിട്ട് ഡീൽ ചെയ്യാനാണ് താല്പര്യം. സിനിമ ഞാൻ എൻ്റെ പ്രൊഫഷൻ ആയതുകൊണ്ട് അവിടെ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് ശരിക്കും അങ്ങനെ വർക്കാവോ? കാരണം ഇത്രയും ആളുകൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൂ മെമ്പേഴ്സ് അതിനെന്താ സിമ്പിൾ ശരിക്കും പിന്നെ പിന്നെ നമ്മളൊക്കെ വരുമ്പോഴാണ് ചെറിയ ശബ്ദങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക. നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വിനീതായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എത്ര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കുലുക്കും. പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല. സൈലന്റ് ആണെന്നാണ് പറയുന്നത്. ഭയങ്കര അവിടെ ഒച്ചനക്കൊന്നുമില്ല. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ തോന്നിപ്പോവും. അങ്ങനെയാണെന്നാണ് ആൾക്കാർക്ക് അല്ലേ അൽത്താഫ്ക? അല്ലെങ്കിൽ മൈക്കെടുക്കലും പിന്നെ അതല്ലേ പറഞ്ഞ പുള്ളി പോകുമ്പോഴായിരിക്കും അവിടെ രണ്ട് ശബ്ദം വരുന്നത്. അതല്ല, നമ്മള് വളരെ എല്ലാവരും ഭയങ്കര ശാന്ത സ്വഭാവമുള്ള ആൾക്കാരനെ മൊത്തം. അതിന് യുവായും അല്ല, അല്ലെങ്കിൽ ചില സിനിമയിൽ പോയി കഴിഞ്ഞാൽ മൈക്കെടുത്ത് ഓടിയിട്ടില്ലല്ലോ കളിയും അതൊന്നുമില്ല. വളരെ കൂളായിട്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും ഓക്കെയാ, എല്ലാവർക്കും അറിയാം വന്നിട്ട് എന്താ ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് തിക്കുന്നതിന്റെ ആവശ്യമില്ല. അവിടെ എല്ലാം കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇന്നാ ചെയ്യാൻ പോണെന്ന് നമുക്കറിയാം. പിന്നെ വേറെ ലഹളയുടെ ആവശ്യമില്ലല്ലോ. അനാർക്കലിന്റെ ഫേസ്, അതായത് ഇപ്പൊ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഫേസ് എന്താ കേട്ടെ പെട്ടെന്ന് ഫേസ് അനാർക്കലിന്റെ ഫേസ്. ഇപ്പൊ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിരുന്ന കണ്ട സിനിമയാ. പക്ഷെ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു യൂണിവേഴ്സിൽ പോയ പോലെ അവസ്ഥയായിരുന്നു. കാരണം ആ ഫേസ് ഉണ്ടല്ലോ, സംസാരിക്കണില്ല, പക്ഷെ അത് ഡബിങ് മല്ലിക ചേച്ചിയുടെ ഡബിങ് ഭയങ്കര റോളായിരുന്നു. ഇപ്പൊ അവരുടെ ടീമിന്റെ വല എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ വേണ്ടി പോവാണ്. ആൻഡ് ആദ്യത്തെ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമ്മള് വേറൊരു യൂണിവേഴ്സ് ഇതുപോലെ ഞങ്ങളെ കൊണ്ടുപോയി. ശരിക്കും എന്താ സിനിമ ഞങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് പലയാണ്. ഗഗനചാരി പോലെ തന്നെ കംപ്ലീറ്റ്ലി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ഒരു വേൾഡ് ആണ്. സെയിം ഗഗനചാരി പോലെ തന്നെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ടൈമിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കൈൻഡ് ഓഫ് വിഷ്വൽസും ഒരു സോംബി അപ്പോക്കലിപ്സ് ആണ് പടം. അപ്പം സോംബികളായിരിക്കും മൊത്തം. അതിനിടയിൽ ഇതുപോലെ ചളിയും തമാശയൊക്കെ ഉണ്ടാവും. അപ്പോൾ വേറെ കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ്, വേറെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും വല തരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്നസെന്റിലേക്ക് വരുന്ന സമയം ഈ ഇന്നസെന്റ് ഫേസ് ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇപ്പൊ എല്ലാരും നോക്കുമ്പോൾ എനിക്കൊരു ഇന്നസെന്റ് ഫേസ് ആണ്. ശരി, നല്ല ഓമനത്തുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഫേസ്. ഈ ഇന്നസെന്റ് ഫേസ് ചിലപ്പോഴേക്കും നമുക്ക് ദോഷമായിട്ട് മാറാറുണ്ടോ? ഈ കാരണം നമ്മൾ ഫേസ് കാണുമ്പോൾ ഇന്നസെന്റ് ആവും, അപ്പൊ ഈ പേഴ്സണോട് എന്ത് നമുക്ക് പറയാം, ഒന്നും മിണ്ടാതിരിക്കും, അങ്ങനെ ഒരു നെഗറ്റീവ് തോന്നാറുണ്ട്? അതും നടക്കില്ല. ഇന്നസെന്റ് ഫേസ് ഉണ്ടെന്നേ ഉള്ളൂ, കുറച്ച് ടെററാണ് ആക്ച്വലി. അല്ലേ? ടെററല്ല, പക്ഷെ എനിക്കൊന്ന് ഔട്ട് ഓഫ് റെസ്പെക്ട് ഉള്ള ചെയ്യണം. എന്താ അങ്ങനെ എന്താ പറയാ, അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കാൻ ചാൻസ് ഇല്ല, ഉണ്ടാവില്ല. ഇത്ര വലിയ പടങ്ങൾ രണ്ടെണ്ണം ഡയറക്ട് ചെയ്യുന്ന അങ്ങനെ ചിന്തിച്ചൂടെ? ഭയങ്കര പാവല്ലേ ചെയ്യുന്ന കാര്യങ്ങളോ, അവർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. ആ മുഖം അങ്ങനെ ഉണ്ടായിരിക്കണല്ലോ. അവരുടെ ഇന്നസെന്റ് ഒക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവണമെന്നല്ലേ ശരിക്കും പറയാം അല്ലേ? നമ്മളിപ്പം പണ്ടത്തെ അനാർക്കലി കുറെ വർഷം കഴിച്ചിട്ട് ഇന്നത്തെ അനാർക്കലി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ അത് അത് കുറച്ച് നേരത്തെ ആവായിരുന്നു അനാർക്കലി സെറ്റാണ് എന്ന് ശരിക്കും തോന്നാ. ആ സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ എനിക്ക് എന്നെ തന്നെ സഹിക്കാൻ പറ്റാറില്ല എന്റെ പഴയ എന്നെ കാണുമ്പോ. പക്ഷെ അതൊരു ജേർണി അല്ലേ എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കുക. പക്ഷെ ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ഗുഡ് ഡിസിഷൻസ് അന്ന് മുതലേ. പക്ഷെ സംഭവിച്ചു പോയി. ഭയങ്കര ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. ആസ് ഒരു കുറച്ചുകൂടെ വേറൊരു സ്വഭാവമായിരുന്നു. പക്ഷെ മനസ്സിലൊന്നും നിൽക്കാത്ത ഒരാള്, ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണെ അങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റും ആ സമയത്ത്. അത് ഈ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുമ്പോ അത് പറയാറുണ്ടോ പഴയ കഥകളൊക്കെ? ട്രോളൊക്കെ ചെയ്യാറുണ്ട്. അല്ല, നമ്മളോടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ ഫ്രണ്ട്സ് ആണല്ലോ, അപ്പൊ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടാണ് പെരുമാറുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓരോ സിനിമകൾ കഴിയുമ്പോൾ നിങ്ങളൊരു ആക്ടർ നിലയിൽ വിലയിരുത്താറുണ്ട്. ഇപ്പൊ നമ്മൾ ടെക്നിക്കലി നമ്മളൊരു ഡയറക്ടറാണ്, റൈറ്ററാണ്, ആക്ടറാണ്.
നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്താറുണ്ടോ? പിന്നെ ഉറപ്പായും നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടിയൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നും. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് റൂമിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ ആയിരിക്കും. ആ ആക്ഷൻ ടെൻഷനൊന്നുമില്ല നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമ്മൾ കണ്ണാടല്ല ഇവിടെയൊക്കെ ചെയ്യും. നമ്മൾ ഇത് ചെയ്യുന്നില്ല അങ്ങനത്തെ തോന്നും. ഇപ്പോൾ ഓടുകുതിര ചാടുകുതിര ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്. എൻ്റെ ഡയലോഗ് ഞാൻ പറയുന്നില്ല, കഥ മിസ്റ്റേക്ക്. ഫസ്റ്റ് ഡയലോഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സജഷനിൽ ഫഹദും നമ്മുടെ കല്യാണി ഉണ്ട്. ഞാൻ തിരിഞ്ഞിട്ടല്ല നിൽക്കണേ. അപ്പോൾ തെറ്റിയാലൊന്നും കുഴപ്പമില്ല, അങ്ങനെ കറക്റ്റ് പറഞ്ഞു അത് പഠിപ്പിച്ചിട്ടില്ല നമ്മൾ. അതായത് ഇങ്ങനെ വന്നാൽ മീറ്റർ പറഞ്ഞോളാം പറഞ്ഞു. ഞാൻ ഒരു പഠിച്ചു ഒരു അക്ഷരം മാറി. ഇതിന്റെ എന്താ പറയാ മീനിങ് മൊത്തം കണ്ട മാറി. എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറയുമ്പോ. പക്ഷേ ഇവർ രണ്ടുപേരും ഓൾറെഡി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ഇത് കിട്ടിയ വഴി ഒരാൾ 50 മീറ്റർ ഓടി, ഒരാള് വയറ് പൊത്തിയോട്ട് എങ്ങോട്ടോ പോയി. കല്യാണി തിരിച്ചവിടെ ഇരുന്നു. സെറ്റിൽ മുഴുവൻ ചെയ്തി. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ല. നമ്മളെന്തോ കറക്റ്റ് നമ്മുടെ മീറ്റർ കറക്റ്റ് ആയിട്ടില്ല നമ്മൾ പറഞ്ഞത്. ശരിക്കും കോ ആർട്ടിസ്റ്റും ഡയറക്ടറും ആയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഡിഫറെന്റ് ഉണ്ടോ സെറ്റിൽ വരുമ്പോൾ? മാറ്റങ്ങളൊന്നുമില്ല. ആ ഡയറക്ഷൻ അല്ല, അഭിനയിക്കാൻ വരുമ്പോഴും ആള് ഇങ്ങനെ തന്നെ, ഡയറക്ട് ചെയ്യാൻ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തത്തിൽ എനിക്ക് ഇരിക്കുന്നുണ്ട് മാത്രമല്ല. വലിയ സീറ്റ് മാറി ആ തൊപ്പിയില്ല എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഫുൾ ടൈം ഇടില്ല, ഞങ്ങൾക്കുണ്ട് കാരണം. അല്ല ഉണ്ട്, ഇരിക്കാൻ പറ്റില്ലല്ലോ. ഗ്യാരണ്ടിക്ക് ജോലി. അപ്പൊ അഭിനയിക്കാൻ പോകുമ്പോ ടൈം കിട്ടില്ല റെസ്റ്റ് ചെയ്യാനൊക്കെ. ഇരിക്കുമ്പോ ഇടയ്ക്ക് ആൾക്ക് മൂടുള്ള പളിക്കും. പിന്നെ നാട്ടിലെന്ത് വിശേഷങ്ങൾ, നാട്ടിലെ 2 കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആള് ഞെട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കഥകൾ ആൾ കേട്ടിട്ടില്ല. തൽക്കാലം ആരും പറയില്ല. ഇത് കേട്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒരു ദിവസം ഞാൻ ആ ക്ലബിലേക്ക് വരട്ടെ വെച്ച്, എൻ്റെ സോമരസ് എന്ന് പറഞ്ഞ ക്ലബിൻ്റെ പേര്. ഒന്ന് വന്നോട്ടെ, ഞാൻ വന്നോട്ടേന്നാ എന്നാ ചോദിച്ചു പറഞ്ഞു. ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പറയാൻ പറ്റില്ല. ചിലപ്പോ അതൊക്കെ ഒരു ഡയറക്ടറും കൂടെ ആകുമ്പോഴേ ഇതൊക്കെ സ്ക്രിപ്റ്റിലും കാര്യത്തിലൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അടുത്ത സിനിമയിൽ ഈ കഥാപാത്രങ്ങളൊക്കെ അതിലുണ്ടോ? അല്ല, അൽത്താബയല്ല, ഫഹദ് ബൈയുടെ കാര്യം പറഞ്ഞു. ഫഹദ് പറഞ്ഞുണ്ട് ഒരൊറ്റ ദിവസം ആ ക്ലബിലേക്ക് ഞാൻ വരുന്നുണ്ട്. വന്നാ സന്തോഷം. അപ്പൊ ഒരു അടാറ് ആൾക്കാർ കാണുന്നുണ്ട് അവിടെ സംഭവം. ഒന്നുകൂടെ പോയിക്കോട്ടെ, ചിലർക്ക് കഥക്കുള്ള എന്തെങ്കിലും കിട്ടുമായിരിക്കും. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ വിലയിരുത്താറുണ്ടോ അഭിനയം കാര്യങ്ങളില്? പിന്നെ ഉറപ്പായിട്ടും അത് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മള് എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശരിയായില്ല, കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നുള്ള കോൺസ്റ്റന്റ് ചിന്തയിലായിരിക്കുമല്ലോ. ഒരിക്കലും കണ്ടന്റ് ആയിരിക്കില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിൽ. പക്ഷേ ഐ എം വെരി ഹാപ്പി വേർ ഐ ഹവ് റീച്ച്ഡ് റൈറ്റ് നൗ. മറ്റേ വിലയിരുത്തുകൾ എൻ്റെ കരിയറിനെ വിലയിരുത്തുമ്പോൾ ഐ എം വെരി കണ്ടന്റ്, ഹാപ്പിയാണ്. ഞാൻ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കെല്ലാം പറഞ്ഞ ബോണസാണ്. ആഗ്രഹിച്ചതിനെക്കാട്ടും ഒത്തിരി കാര്യങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ അമ്മേനെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത് കാരണം ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പം ഇപ്പോഴും ചിലപ്പോൾ അനാർക്കലിന്റെ അമ്മ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് തന്നെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഒരു വകയൊന്നുമില്ലല്ലോ എന്ന് തോന്നുക. സന്തോഷമുണ്ട്. പുള്ളിക്കാരി പണ്ട് മുതലേ ഒരു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഞാൻ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ഒന്നുമല്ല. ഞാൻ ഒട്ടും സ്ട്രോങ് അല്ലാത്ത വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളൊരു വുമണാണ്. ഐ എം സ്ട്രോങ് ഇൻഡിപെൻഡന്റ് മൈ ഓൺ വേസ്. പക്ഷെ ഉമ്മ അതല്ല. ഉമ്മ സ്ട്രോങ്, ആക്ച്വലി സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. ആരും വേണ്ട പുള്ളിക്കാരിക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ. അപ്പോൾ അത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീ. അപ്പോൾ അവരത് ആഗ്രഹിച്ചില്ലെങ്കിലേ ഉള്ളൂ. അതായത് നമ്മളെ ഇനിയുള്ള ജനറേഷൻ കുറച്ചും കൂടി പുരോഗമനമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മ അങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഇന്നത്തെ പോലെയല്ല. ആ സമയത്ത് ഈസി അല്ല കാര്യങ്ങളൊക്കെ.
നമ്മൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയും. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിനിമ റിലീസ് ആവുന്നു, പലതരത്തിലും ഇപ്പം ആളുകളെ വിലയിരുത്തലുണ്ടാവുമല്ലോ, നമ്മൾ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കാര്യം പറയുന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ, അതിനെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾ ബോധേഡാണോ? അല്ലെങ്കിൽ അടുത്തൊരു സെക്ഷനിൽ വരുമ്പോൾ വേണ്ട കുറച്ച് കുറക്കാം, നമുക്കത് പറയണ്ട, ഈ വിഷയത്തിൽ അഭിപ്രായം പറയണ്ട, അങ്ങനെ സിനിമയുടെ അഭിനയത്തിന്റെ അങ്ങനെയല്ല. മീൻസ് അവരെന്തെങ്കിലും നെഗറ്റീവ് റിമാർക്സ് പറയണമെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അടുത്തതിൽ പരിഹരിക്കാൻ ശ്രമിക്കും. അതൊരു ഉള്ളിലോട്ടൊക്കെ കയറ്റി പിന്നെ അതിന്റെ അല്ലേ പുറകെ നടക്കാൻ എനിക്ക് കൺസിഡർ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും എത്തണ്ടല്ലേ. പറയുന്നവര് ചെന്നാപ്പള്ളി ഷാപ്പുണ്ട്, അവിടേക്ക് ഞായറാഴ്ച ഞങ്ങൾ കൂട്ടുകാരായിട്ട് പോയതാ. അപ്പോൾ കറി വയ്ക്കുന്ന ആള് വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷൂട്ടിന്റെ ഇടയിലുള്ള സമയമല്ലട്ടാ. അതെ, അതല്ല നമുക്ക് ഇൻട്രസ്റ്റിലേക്ക് വേണ്ട പെട്ടെന്ന് ഇതൊന്നും കഴിഞ്ഞോട്ടെ. അപ്പോൾ ചിരിക്കണം. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എത്ര സിനിമ ഉണ്ടാവും വിനീതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എണ്ണീട്ടില്ല, എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവും തന്നോ. അവാർഡൊന്നും അങ്ങനെ കിട്ടുന്നില്ല അല്ലേ. അവാർഡ് കൂടുതൽ മനസ്സിട്ടല്ലേ ആൾക്കാർ വിഷമാണ്. അവാർഡൊന്നും അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല. എന്തൊരു വിഷമം. ഇത് ആദ്യം ആൾക്കാരോട് എന്ത് മറുപടി പറയാ, അവരുടെ നല്ല മനസ്സോട് പറഞ്ഞായിരിക്കും. ഞാൻ പറയാതൊക്കെ തന്നെ അവാർഡിനുള്ള ആണല്ലോ നമ്മള്. എനിക്ക് പറയാൻ പറ്റില്ല, ഈ സിനിമ ഇന്നസെന്റിൽ ചിലപ്പോൾ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ. ഇന്നസെന്റിലില്ല, പോലീസല്ല, അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല, കാണാനില്ല. ആട് 3 വരുന്നുണ്ട്, അതില് വരുന്നുണ്ട് നമ്മള്, അതിലുണ്ട് ഗംഭീര റോളാ. അതിൽ നമുക്ക് കിട്ടാൻ അവാർഡ് വേണ്ടെന്ന് അവാർഡ് ചെയ്യുന്നില്ല. ഞാൻ ഇയാള് പറഞ്ഞ കാര്യം പറയാണ്. അവാർഡും നമുക്ക് പോലെ എന്തായാലും ഈ വർഷം ഉണ്ടാവില്ലേ റിലീസ്? പിന്നെ ഉണ്ടാവുമെന്നറിയില്ല, എനിക്ക് 2 മാസം കഴിഞ്ഞ ഷൂട്ടുണ്ട്. ഇന്നസെന്റ് എന്ന സിനിമ ഇപ്പൊ ഒത്തിരി സിനിമകള് തിയേറ്ററിൽ വരുന്നുണ്ട്. ഇന്നസെന്റ് എന്ന സിനിമ എന്താ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? മന്ദാകിനി എന്ന സിനിമ എന്താണോ ഓഡിയൻസിന് കൊടുത്തത് അതിന്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇന്നസെന്റ്. എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യും. ഇത് ഈ സിനിമ കണ്ട് മനസ്സിലാക്കി ആസ്വദിക്കാൻ അതിന് മാത്രം മെച്യൂരിറ്റി ഒന്നും വേണ്ട. ഭയങ്കര ലൈറ്റായിട്ടുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന്റെ വില്ലൻ റോളുകളൊന്നും ചെയ്തിട്ടില്ല. ഒരു പണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ട്, ആ സിനിമ ഇറങ്ങിയില്ല. നമുക്ക് വലിയ വില്ലനൊന്നും ഇഷ്ടപ്പെട്ടു അതൊക്കെ. അങ്ങനെ ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ കോമഡി ചെയ്യുന്നു, തിരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത സിനിമയിൽ എന്ത് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഒരുക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് പ്രേക്ഷകരിൽ എത്തിക്കണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ. ചെയ്യുന്നുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യത്തെയൊക്കെ ഓൾമോസ്റ്റ് ഒരു 2 പടം കൂടി കോമഡി ആയിട്ട് പിന്നെ ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രാജുവലിയാണ് ചേഞ്ച് ചെയ്യാനുള്ളൂ, ഒറ്റയടിക്ക് ചാടിക്കേറിയെന്ന് അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. വന്നിട്ടില്ല ഒന്നും, പിന്നെ നമുക്ക് പറ്റിയ പരിപാടികളൊക്കെ വന്നേക്കുന്നത്. അടുത്ത സിനിമയില് ഭാഗ്യം ഞാനുണ്ടാവും. അല്ല, അതിന്റെ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എന്താണ് ഇഷ്ടപ്പെട്ട സൂചന മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് വാദന ഞാൻ പറഞ്ഞ ഭാഗ്യം അല്ലേ? അത് ഇന്നാണോ പ്ലാൻ ചെയ്തത്? അല്ലല്ല, എനിക്കത് ഇഷ്ടപ്പെട്ട ആളുകൾ എന്തായാലും പിന്നെയുള്ള സിനിമകളിലും എനിക്കത് കൂടെ കൂട്ടും അല്ലേ? അങ്ങനെ ഇഷ്ടപ്പെടാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല, ഇത് എന്ന് വെച്ചാൽ ഓരോ ആക്ടേഴ്സ് ഓരോ ഫ്ലേവറാണ്. വിനീതേട്ടൻ്റെ ഫ്ലേവർ എനിക്ക് വേറൊരു ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു ഞാൻ വിനീതേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം അന്ന് ഡേറ്റിൻ്റെ ഇഷ്യൂവും പരിപാടിയൊക്കെ ആയിട്ട് അപ്പം വേറൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, അതിനും ആ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും കാസ്റ്റ് ചെയ്യാറ്. ഇതിൻ്റെ മാക്സിമം ഏത് ആളെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൗഹൃദമല്ല നോക്കണത്, സൗഹൃദമുണ്ട്, അതിലുപരി ആ നടൻ അതിന് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്ത് അഭിനയിക്കും എന്നുള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യാറ്. അതിപ്പോൾ നമ്മുടെ സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. ശരി, ഓർമ്മ ഉണ്ടാവാനുള്ള ചില ടെക്നിക്കുകളൊക്കെ നമുക്ക് ചെയ്യാന്നല്ലാണ്ട് ശല്യപ്പെടുത്താൻ പാടില്ല. അത് വേണട്ടാ, അത് നമ്മളുണ്ടാവില്ലേ വെറുപ്പിക്കരുത് എന്നാണ് ഞാൻ പറയാ. ഓർമ്മപ്പെടുത്താൻ നമുക്ക് ഗുഡ് മോർണിംഗും പല പരിപാടികളുണ്ടല്ലോ. എന്നാലും നിങ്ങളുടെ ഒരു ട്രിക്ക് എങ്ങനെയാ? ഇപ്പൊ നമ്മള് പേയ്മെന്റ് ഒക്കെ തരാറായി കഴിഞ്ഞാൽ
ഞാൻ സാധാരണ നമുക്ക് പേയ്മെന്റ് തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഒരു ഗുഡ് മോർണിംഗ് വിടും, പൂക്കളൊക്കെ വെച്ചിട്ട്. അപ്പൊ അതല്ല അത് നമ്മൾ ചോക്കിനേത് പകരം അവർക്കറിയാം ഈ ഒരു മുത്തം മനുഷ്യൻ പൂക്കളൊക്കെ വെച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോഴും അവർക്ക് മനസ്സിലായി കൊടുക്കാറായിട്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? മെസ്സേജ് ഒക്കെ നോക്കുന്നു? ഇല്ല, ഒരു ഡയറക്ടർ അല്ലേ, അങ്ങനെ ഡയറക്ടറും പേയ്മെന്റായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഓരോ സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പം പാട്ട് അല്ലെങ്കിൽ ഇപ്പം അനാർക്കലി എടുക്കുന്ന കഥാപാത്രങ്ങൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ വയ്ക്കുമ്പോൾ റിലീസിന് ശേഷം അതും ഈ മൗത്ത് പബ്ലിസിറ്റി നേരത്തെ പറഞ്ഞ പോലെ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായിരിക്കില്ല, പക്ഷെ അത് തിയേറ്ററിൽ വരുമ്പോൾ അത് എടുക്കുന്ന എന്തുകൊണ്ട് ഈ കഥാപാത്രം എടുത്തു ചിലപ്പോൾ എല്ലാവരും രസം പറയാൻ ചിലപ്പോൾ ഒരു മടിക്കും, ഇത് വർക്കാവോ എന്ന് 100 ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവും. പക്ഷെ എങ്ങനെയാ അനാർക്കലിയുടെ കയ്യിലെത്തുന്ന സ്ക്രിപ്റ്റുകൾ അനാർക്കലി എങ്ങനെയാ തിരഞ്ഞെടുക്കണേ? ഞാൻ അതിലെന്താണ് എന്താ ആസ് എ ക്യാരക്ടർ എന്താണ് നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. എന്നെ പിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആൾക്കാർ. എൻ്റെ പേരൻസ്, എൻ്റെ കൂടെ ബോയ് ഫ്രണ്ട്, ഇവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനൊക്കെ. അപ്പം എനിക്ക് അവരൊക്കെയാണ് എൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് മീ ത്രൂ ഔട്ട് ഈ സിനിമകൾ എടുക്കാനും. ആൻഡ് അവരെടുത്ത തീരുമാനങ്ങളിലാണ് പലപ്പോഴും ഞാൻ ഇപ്പം എൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നതും. അപ്പം അത് അങ്ങനെ ഇപ്പൊ എങ്ങനെയാ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഓക്കെ. വിനീതേട്ടൻ ഇങ്ങനെ തന്നെയാണോ? ഞാൻ അതിന് സ്ക്രിപ്റ്റ് വായിക്കലും പരിപാടികളൊന്നുമില്ല. അയച്ചാരാന്ന് പറയും, എനിക്ക് ഞാൻ വേണ്ടെന്ന് പറയും. നമ്മളെന്താണ് കഥാപാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ചെല്ലുന്നു, അപ്പം അതിന് അനുസരിച്ചുള്ള ഏരിയോ അസോസിയേറ്റ് ആരെങ്കിലും എനിക്ക് കിട്ടും. ചെന്ന് കഴിഞ്ഞാൽ അല്ല നമുക്ക് പറ്റിയൊരാൾ വരും, അത് പറഞ്ഞുതരാനും കാര്യങ്ങൾ. നമ്മൾ വേറെ ഇരിക്കുന്ന നേരത്ത് വന്ന് പതുക്കുക നമുക്കുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു. വായിക്കറിയാണ്ടല്ല, അത് വായിച്ചാൽ നമുക്ക് കിട്ടില്ല. ഒരാൾ പറഞ്ഞു നമ്മളത് രണ്ടും പറഞ്ഞു കേൾക്കണം. പുറത്താളും പറയണത് വേറെ ആൾ വായിച്ചെനിക്ക് പറഞ്ഞു പെട്ടെന്ന് കിട്ടും. എന്നെ പ്രോമോട്ട് ചെയ്യുന്നു വേണ്ട, നേരെ അല്ലകം. സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഒത്തിരി പേരുടെ ആഗ്രഹമാണ്. ഇപ്പം സോഷ്യൽ മീഡിയ, ഇപ്പം കിലിനെ പോലെ ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർ ആവും. പക്ഷെ അവർക്കൊക്കെ സിനിമയിൽ എത്തിപ്പെടാന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമല്ലേ. ഇപ്പം സിനിമയിൽ വരണം, നമ്മുടെ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യും, വെബ് സീരീസ് ചെയ്യും, ഇപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവരുടെ ആഗ്രഹം സിനിമയിൽ എത്തിപ്പെടുക എന്ന് തന്നെയാണ്. പക്ഷെ അത്ര പെട്ടെന്ന് അങ്ങ് സിനിമയിൽ എത്തിപ്പെടാനും പറ്റില്ല. അതിൻ്റെ ഒരു കാരണം എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ ഈ നിങ്ങൾ ചെറുപ്പത്തിൽ ഈ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് പഠിക്കുന്നത് ഈ പറഞ്ഞ ചെറിയ ചെറിയ സിനിമകളാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം അങ്ങനെയുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, പക്ഷെ അവരിപ്പോഴും ട്രൈ ചെയ്യുക, അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? കീപ്പ് ഓൺ ട്രൈങ് എന്നേ പറയുള്ളൂ. ഓഡിഷൻ ഏത് മേഖലയാണല്ലോ, ഇപ്പോൾ സംവിധാനമാണെങ്കിലും എഴുത്താണെങ്കിലും അഭിനയമാണെങ്കിലും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക. ബാക്കി എഴുത്തുകാരനാണെങ്കിൽ മറ്റു സംവിധായകരെ പോയി കാണുക. അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സൗഹൃദപരമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫണ്ടൊക്കെ റേസ് ചെയ്ത് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതെ. ഇപ്പൊ ഒത്തിരി ആളുകൾ ഇപ്പൊ നിങ്ങൾ സിനിമയിൽ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണെന്ന് ചിന്തിക്കുമല്ലോ. പക്ഷെ എത്തിപ്പെട്ട് കഴിഞ്ഞ് നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കഷ്ടപ്പാടുണ്ട്, പുറകെ പണികളുണ്ട് ഒത്തിരി. അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? പിന്നെ അത് ഈ പറയുന്ന സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, കോണ്ടാക്ട്സ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയുണ്ട്. അതും വലിയൊരു ട്രെയിനിന്റെ ഭാഗമാണ്. നല്ല സിനിമ ഒരെണ്ണം ചെയ്തിട്ട് വലിയ കാര്യമില്ല. കോൺസ്റ്റന്റ്ലി ഇതുപോലെ ചാൻസ് ഒക്കെ ചോദിക്കുക, അവരായിട്ട് കമ്പനി ആവുക. പിന്നെ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു ചെറിയൊരു ഫിലിം നടനായി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചും കണ്ടും വേണം ചെയ്യാൻ. നമ്മളൊക്കെ സിനിമയിൽ വന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്നതാണ്. അതായത് നന്നായേ പറ്റൂ, മനസ്സിലായ? അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോയി കിട്ടിയത്. സെലിബ്രിറ്റി ലൈഫ് വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആണോ? ശ്രദ്ധിക്കണം. ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. വേറെ യൂണിവേഴ്സാണ്. വളരെ ഇപ്പൊ നമ്മള് സാധാരണ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ വേറെ ഏതോ ഒരു സ്ഥലത്താണുള്ളത്. അങ്ങനെ ദൂരമൊന്നുമില്ല, പക്ഷെ വേറൊരു ജീവിതം ഉറപ്പായിട്ടും വേറൊരു സീനാണ്. അതിപ്പോ നമ്മുടെ കൂടുതൽ ആൾക്കാർ ആ ലൈഫാണ് ഫോളോ ചെയ്യണേ. അപ്പൊ നമുക്കത് എത്തിപ്പെടാൻ പറ്റുന്നില്ല.
അപ്പൊ നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ കുറെ ട്രൈ ഉണ്ടോ? അതായത് നമ്മളൊരു ആക്ട്രസ് ആയി ആക്ടറായി, അപ്പൊ ഈ പറഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്യണം എന്നത് ഒരു നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്താണോ അത് കീപ്പ് ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അതല്ല അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ ജീവിക്കാം. എല്ലാവരുടെ ആഗ്രഹം പോലെ. ഇപ്പോൾ കാക്കനാട് ഒരു ഹോട്ടലിൽ ഞാൻ പോയപ്പോൾ തപ്പായി സിനിമ വരുന്ന ഹോട്ടലാണെന്നുണ്ട് അവിടെ. ആര്യാസൊന്നുണ്ട്. തന്നെ ഉള്ളി കയറ്റി മറ്റേ ഇതൊക്കെ ഉള്ളത് ഐ ടി പാർക്കിലൊക്കെ ഇല്ല അവിടെ, ആ റോഡ് ഉള്ളി പോയിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ടിലാണ് വന്നത് ഞാൻ. ഒരു ഹോട്ടൽ ആര്യാസൊന്നുണ്ട്. അപ്പോൾ അവിടെ പേര് പറഞ്ഞു, തപ്പായി വരാറുണ്ട് കേട്ടോ, ആള് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ എത്താറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? അപ്പോൾ പോണ സ്ഥലം വരെ കറക്റ്റ് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പോൾ എനിക്കറിയില്ല, അവിടെ പോകാനുള്ളത് അറിയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതാണ് പറയണേ, നമ്മുടെ അടുത്ത് കണക്ട് ചെയ്തിട്ട്. കാണുന്ന പോലെയല്ല നിങ്ങളുടെ ലൈഫും വേറെ തന്നെ ഒരു ഇതാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കണം. ഞാനും അതെ, എല്ലാവരും അതെ. പക്ഷെ ചെയ്യണേല് കുറച്ച് ലിമിറ്റുകൾ ഉണ്ടായിന്ന് മാത്രം. നമ്മൾ പോണ പോക്കെല്ലാ സിനിമയിൽ പോയതിനു ശേഷം നമ്മുടെ യാത്ര എന്ന് പറയും. ഈ പബ്ലിക് സ്ഥലത്ത് ഈ പർദ്ദയൊക്കെ ഇട്ടിട്ട് പോകാറുണ്ടോ? ഒരു സമയത്ത് ഞാൻ പർദ്ദ ഇടാറില്ല, മാസ്കും തൊപ്പിയും ഇട്ട് പോവാറുണ്ട്. എന്നാലും ഐഡന്റിഫൈ എളുപ്പമല്ലേ അല്ലേ? എന്നാലും ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം, അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, എന്നാലേ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ അല്ലാതെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് ആലോചിക്കണം, അതല്ലേ എന്നൊക്കെ ആലോചിച്ച് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കഴിച്ചില്ലാവും, ഓടിപ്പോവാം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. ആൻഡ് ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുമ്പോൾ സിനിമ തിയേറ്ററിൽ ഒരു സക്സസ് ആവാൻ വേണ്ടി പോകുന്ന ഒരു സിനിമയായിരിക്കും. വന്നതിന് ശേഷം മൗത്ത് പബ്ലിസിറ്റി വഴി തന്നെ സിനിമ ആളുകളിലേക്ക് എത്തട്ടെ, ആളുകൾക്ക് ഇഷ്ടമാവട്ടെ, ആൻഡ് അവാർഡുകൾ തേടിയെത്തട്ടെ. ഇതെല്ലാം ആഗ്രഹിച്ച പോലെ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ, നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റട്ടെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റട്ടെ. അത് മാത്രം. അതെ, അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.